ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടൂത്ത് ബ്രഷിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുഞ്ഞിതാണെന്ന് വെച്ചാൽ അത്ര കുഞ്ഞിതല്ല, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് ടൂത്ത് ബ്രഷ് വാങ്ങാൻ നേരത്ത് അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള ടൂത്ത് ബ്രഷുകളാണ് നമ്മൾ വാങ്ങേണ്ടത് അല്ലേ? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു 5 വയസ്സിന് താഴെയുള്ള മക്കളാവുന്നോടം വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം 6 മാസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ തൊട്ട് നമ്മൾ ബ്രഷിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഫിംഗർ ബ്രഷാണ് നമ്മൾ ഒരു 6 മാസം തൊട്ട് 1 വയസ്സ് വരെ ഉപയോഗിക്കുന്നത്. 1 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 1+ ഇയറിൻ്റെ ടൂത്ത് ബ്രഷ് വാങ്ങുക. അല്ലെങ്കിൽ 2 വയസ്സായെങ്കിൽ 2+ ഇയറിൻ്റെ ഉണ്ടാവും. അല്ലെങ്കിൽ 1 to 5 ഇയർ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. എല്ലാം ആ പാക്കറ്റിൻ്റെ പുറത്ത് ടൂത്ത് ബ്രഷിൻ്റെ ഏജ് എഴുതി വെച്ചിട്ടുണ്ടാകും. ഇത് ഏത് ഏജ് ഗ്രൂപ്പിൽ വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൂത്ത് ബ്രഷാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ അങ്ങനെ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഇനി നമ്മൾ ടൂത്ത് ബ്രഷ് വാങ്ങാൻ നേരത്ത് ഏജ് ഗ്രൂപ്പ് ഇപ്പം നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ 1 ഇയർ ആണ് അല്ലെങ്കിൽ 2 ഇയർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രിസിൽസിൻ്റെയും കൂടെ ബ്രിസിൽസും കൂടെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ഹാർഡ് എന്നുണ്ടാവും, അല്ലെങ്കിൽ സോഫ്റ്റ് എന്നുണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് എന്നുണ്ടാവും. തീരെ കുഞ്ഞുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ഉള്ള ബ്രിസിൽസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് ബ്രിസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പല്ലുകളെ ഇതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം 2 ടൈപ്പ് ടൂത്ത് ബ്രഷ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് രണ്ടും 2+ ഇയറിൻ്റെ ടൂത്ത് ബ്രഷുകളാണ്. ഇത് രണ്ടും ഓക്കെ. സാധാരണ ജോഡുവിൻ്റെ ടൂത്ത് ബ്രഷൊക്കെ ഞാൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങാറ്. ഇപ്രാവശ്യം ഒരു 6 മാസം ആയിരുന്നു ടൂത്ത് ബ്രഷ് ഒരെണ്ണം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവരെ 6 മന്ത്സ് ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ മാറ്റാൻ സമയമായപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വഴിയാണ്. ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, വരുമ്പം ഒരു 2+ ഇയറിൻ്റെ ഒരു ടൂത്ത് ബ്രഷ് വാങ്ങണേന്ന് പറഞ്ഞപ്പം ആൾ കൊണ്ടുവന്ന ഒരു ടൂത്ത് ബ്രഷാണിത്. ആൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലല്ലോ. അപ്പം നമ്മളല്ല ഇതിനെപ്പറ്റി കൂടുതൽ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പം കൊണ്ടുവന്ന ടൂത്ത് ബ്രഷ് 2+ ഇയറിൻ്റെ ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബ്രിസിൽസ് ഭയങ്കര ഹാർഡ്. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബ്രിസിൽസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജോഡിനെ ബ്രഷ് ചെയ്യിക്കാൻ നേരത്തെ ജോഡ് ഭയങ്കര കരച്ചിലാണ്. ജോഡ് സാധാരണ ബ്രഷ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, പക്ഷേ അതിനേക്കാളും അധികമായിട്ട് അവൻ വേണ്ടാന്നുള്ള രീതിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എന്താ എനിക്ക് ഇത് പുതിയ ബ്രഷ് മാറ്റിയ ശേഷമാണ് എന്താണ് സംഭവം എന്ന് എനിക്കിട്ട് മനസ്സിലായില്ല. അപ്പോൾ വെറുതെ ഞാൻ ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഇത്രയും സ്ട്രോങ്ങോ എന്ന്. കുഞ്ഞുങ്ങളുടെ ബ്രഷുകളുടെ ബ്രിസിൽസ് ഇത്രയും സ്ട്രോങ്ങോ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. നമ്മുടെ ടൂത്ത് ബ്രഷൊക്കെ വാങ്ങുമ്പം അത് ഹാർഡ്, സോഫ്റ്റ്, മീഡിയം, എക്സ്ട്രാ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഹാർഡായിട്ടുള്ള ആ ടൂത്ത് ബ്രഷിൻ്റെ അതേ ഹാർഡ്നെസ് ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് വേറെ ടൂത്ത് ബ്രഷ് ഞാൻ നോക്കി വാങ്ങി. അപ്പം അത് എക്സ്ട്രാ സോഫ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ടൂത്ത് ബ്രഷാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ ബ്രിസിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, തൊടും വളരെ സ്മൂത്താണ്, ഇങ്ങനെ കൂളായിട്ട് പോകും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഏജ് ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ പോരാ, ഈ ഒരു ബ്രിസിൽസും കൂടെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അത് എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റിൻ്റെ പുറത്ത് ഇവിടെ കണ്ടോ എക്സ്ട്രാ സോഫ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് നിങ്ങൾക്ക് തലതിരിഞ്ഞേ കാണുള്ളൂ. അവിടെ എക്സ്ട്രാ സോഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വേറെ നോക്കിയപ്പം അത് സോഫ്റ്റ് എന്നുണ്ടായിരുന്നു, എക്സ്ട്രാ സോഫ്റ്റും ഉണ്ടായിരുന്നു, പിന്നെ ഹാർഡ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും സോഫ്റ്റും എക്സ്ട്രാ സോഫ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സോഫ്റ്റ് ഞാനിങ്ങനെ ജസ്റ്റ് കവറിൻ്റെ മുമ്പിൽ കൂടെ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. കവറിൻ്റെ മുമ്പിൽ കൂടെ ഞാനിങ്ങനെ പ്രസ് ചെയ്തപ്പോൾ കൂടെ കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ സോഫ്റ്റ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാം നിങ്ങൾ പലരും ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഈ കവറിൻ്റെ പുറത്ത് കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇത് പെട്ടെന്ന് ഇങ്ങനെ പ്രസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഇനി ഇത് എഴുതിയിട്ടില്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്, അത് പ്രസ് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് സോഫ്റ്റ് ആണെന്നും, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നുമാണ്. കാരണം അവരുടെ ഗംസ് ഇറ്റ് വിൽ ഹാം ദ ഗംസ്, അതായത് സോഫ്റ്റ് ഗംസ് ആണല്ലോ അവർക്കുള്ളത്. അപ്പോൾ ഈ മോണയിലെ കൂടെയൊക്കെ ബ്ലഡും കാര്യങ്ങളും വരും. അവർക്ക് പിന്നെ പല്ല് തേക്കുക എന്നുള്ളത് ഒരു ഭീകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറും. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടെ ശ്രദ്ധിക്കുക. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ബ്രിസിൽസ് ഇത്രയും ഹാർഡായിട്ടുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഈ 2+ ഇയറിൻ്റെ ഈ ഒരു സെയിം സംഭവം ഞാൻ വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഷോപ്പിൽ ഞാൻ കണ്ടു. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു ബ്രിസിൽസ് അവർ യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങാൻ നേരത്തെ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ഏജ് ഗ്രൂപ്പും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രിസിൽസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഈ പല്ലുകൾ സോഫ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതും കൂടെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അമ്മമാർക്കും പപ്പമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിക്കാൻ പാടില്ല. ഈവൻ ജോഡും ആ സമയത്ത് കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ശ്രദ്ധിക്കില്ലായിരുന്നു ഇതിൻ്റെ ബ്രിസിൽസ് ഇത്ര സ്ട്രോങ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയില്ലായിരുന്നു. ജസ്റ്റ് അവൻ കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഹാർഡാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം അതും കൂടെ ബ്രിസിൽസിൻ്റെയും കൂടെ സ്റ്റാറ്റസ് അല്ലെ കപ്പാസിറ്റി, ബ്രിസിൽസ് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് ടൂത്ത് ബ്രഷ് ചൂസ് ചെയ്യുക കേട്ടോ. ടാറ്റാ.